കൊട്ടാരക്കര കഴിഞ്ഞ് ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ സദാനന്ദപുരത്ത് ഗോയീസിയുടെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ പ്ലഗ് ആൻഡ് പേ എന്ന് പറയുന്നതാണ് ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ പേര് വന്നത്. പൊലിക്കോടാണ് ഈ ഒരു ജംഗ്ഷൻ വരുന്നത്. അമ്മ വീട് ഹോട്ടലിലെ EVOKയുടെ ചാർജ് സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ 60 കിലോവാട്ടിന്റെ ഡ്യുവൽ ഗൺ മെഷീൻ ആണുള്ളത്. 30 കിലോവാട്ടിന്റെ ഒരു സിംഗിൾ ഗൺ മെഷീൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് തൊട്ടപ്പുറത്ത് വഴിയോരക്കടയിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. കാര്യമായിട്ട് 2 ചാർജ് സ്റ്റേഷൻ ഉണ്ട്. ഇത് 60 കിലോവാട്ടിന്റെ ഡ്യുവൽ ഗൺ മെഷീൻ അതുള്ളത് നമ്മുടെ കാർത്തിക റെസിഡൻസിയിലാണ്. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് തിരിയുമ്പോഴത്തേക്ക് വെമ്പായത്താണ് ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. കേരള EV ഒരു വർഷത്തിനിടയ്ക്ക് കൊട്ടാരക്കരയ്ക്കും നാലഞ്ചിറയ്ക്കും ഇടയ്ക്ക് MC റോഡിൽ വന്നത് പുതുതായിട്ട് 8 ചാർജറുകളാണ്. 2024 ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കരയ്ക്കും നാലഞ്ചിറയ്ക്കും ഇടയ്ക്ക് വെമ്പായത്ത് ഒരൊറ്റ ചാർജർ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുവാണെങ്കിൽ വെമ്പായം കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് KSEBിയുടെ കൊട്ടാരക്കരയുള്ള ചാർജ് സ്റ്റേഷൻ മാത്രമായിരുന്നു. ഇപ്പോൾ ആ ഒരു സാഹചര്യം മൊത്തം മാറി. ഈ പറഞ്ഞ ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് പുതുതായിട്ട് 8 ചാർജറുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് MC റോഡിൽ പോയി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും, അതിന്റെ അടുത്തുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഇപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞ് ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ സദാനന്ദപുരത്ത് ഗോയീസിയുടെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് 30 കിലോവാട്ടിന്റെ സിംഗിൾ ഗൺ മെഷീനും അതുപോലെ തന്നെ ഈ പറഞ്ഞ 2 വീലർ ഓട്ടോ ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് 3.3 കിലോവാട്ടിന്റെ ഒരു ചാർജറാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് കൊട്ടാരക്കര കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, അതായത് കൊട്ടാരക്കരയുള്ള KSEBിയുടെ ചാർജ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആദ്യത്തെ ചാർജർ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ചാർജർ വരുന്നത്. ഇതൊരു ജംഗ്ഷനാണ്. അപ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തായിട്ടൊക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് മോട്ടൽ ആരാമം ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം ഈ വണ്ടി ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് ഇട്ടിട്ട്. അപ്പോൾ ഇനി അടുത്ത ചാർജ് സ്റ്റേഷൻ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് KTDCയുടെ മോട്ടൽ ആരാമം. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്ത ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത ചാർജ് സ്റ്റേഷന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞ് പിന്നീട് സദാനന്ദപുരത്താണ് ചാർജ് സ്റ്റേഷൻ വരുന്നത്. സദാനന്ദപുരം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വാളമൊക്കെ കഴിഞ്ഞിട്ട് പൊലിക്കോടാണ് ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ പൊലിക്കോട് ഈ കാണുന്ന പ്ലഗ് ആൻഡ് പേ എന്ന് പറയുന്നതാണ്. അത് ചാർജ് മോഡിന്റെ ചാർജ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ ചാർജ് മോഡിന്റെ 30 കിലോവാട്ടിന്റെ ഒരു CCS2 സിംഗിൾ ഗൺ മെഷീനാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു 3.3 കിലോവാട്ടിന്റെ സ്ലോ ചാർജർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലല്ല, അതൊരു ചായക്കടയാണ്. അപ്പം ചില ടൈമിൽ അത് തുറന്നിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോഴൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ചായക്കട കയറി ചായ കുടിക്കുന്നതാണ്. അപ്പോൾ പ്ലഗ് ആൻഡ് പേ എന്ന് പറയുന്നതാണ് ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ പേര് വന്നത്. പൊലിക്കോടാണ് ഈ ഒരു ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ ഗൺ മെഷീൻ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് ഇവിടെ ചായക്കട ഉണ്ട്, അവിടെ കയറി ചായ കുടിക്കാനൊക്കെ സൗകര്യമുണ്ട്. കുറച്ചുകൂടെ അപ്പുറത്തോട്ടായിട്ട് ഒരു വഴിയോര വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വഴിയോര വിശ്രമ കേന്ദ്രത്തിലോട്ട് നടന്നു പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയി വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പൊലിക്കോടുള്ള പ്ലഗ് ആൻഡ് പേ എന്ന് പറഞ്ഞ ചാർജ് മോഡിന്റെ ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഇത് ചാർജ് മോഡിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അമ്മ വീട് ഹോട്ടൽ എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് EVOKയുടെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്. ആ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് EVOKയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതുപോലെ തന്നെ ചാർജ് മോഡിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് അമ്മ വീട്ടിലുള്ള ചാർജ് സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ പൊലിക്കോടുള്ള ആ ഒരു പ്ലഗ് ആൻഡ് പേ എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പോലും വരണ്ട. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ അമ്മ വീട് എന്ന് പറഞ്ഞ ഹോട്ടല്. അപ്പോൾ ഇവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ EVOKയുടെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ EVOKയുടെ ചാർജ് സ്റ്റേഷൻ അതുപോലെ തന്നെ ചാർജ് മോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ അമ്മ വീട് ഹോട്ടലിലെ EVOKയുടെ ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഇതൊരു 30 കിലോവാട്ടിന്റെ സിംഗിൾ ഗൺ മെഷീനാണ്. അപ്പോൾ ഒരു വണ്ടിക്ക് മാത്രമായിരിക്കും ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് ഈ ഒരു ഹോട്ടലിൽ പോയിട്ട് അമ്മ വീട് ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഫുഡ് ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളൂ. കാര്യം ഗൂഗിളിൽ പല മിക്സഡ് റിവ്യൂസ് ആണ് ഈ ഒരു ഹോട്ടലിനെ പറ്റി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ 30 കിലോവാട്ടിന്റെ സിംഗിൾ ഗൺ മെഷീൻ. അപ്പോൾ EVOKയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചാർജ് മോഡിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇവിടെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞ് ഏകദേശം 10 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം 3 ചാർജറുകളാണ് പുതുതായിട്ട് ഈ ഒരു വർഷം കൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ പൊലിക്കോടുള്ള അമ്മ വീട് റെസ്റ്റോറന്റിലെ EVOKയുടെ ചാർജ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് ചടയമംഗലത്ത് ഗോയീസിയുടെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ചടയമംഗലം ജടായുപ്പാറയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വരുന്ന ജംഗ്ഷൻ ആയൂർ ജംഗ്ഷനാണ്. പക്ഷെ ആയൂർ ജംഗ്ഷനിൽ നമുക്ക് ചാർജ് സ്റ്റേഷൻ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇതുപോലുള്ള ജംഗ്ഷൻ ഏരിയയിൽ നമ്മൾ കൂടുതൽ
കൂടുതൽ ചാർജ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ MC റോഡ് വഴി പോകുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു ജംഗ്ഷന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏരിയയിലുള്ള ആൾക്കാർക്കും ആ ഒരു ചാർജർ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ചാർജ് സ്റ്റേഷൻ തുടങ്ങാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ജംഗ്ഷൻ ഏരിയയിൽ അല്ലെങ്കിൽ MC റോഡിന്റെ സൈഡിലോ അല്ലെങ്കിൽ NHന്റെ സൈഡിലോ ഒക്കെയാണ് നിലവിൽ നമുക്ക് ചാർജ് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ചായക്കട അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഏരിയയിലായിരിക്കും ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ചാർജ് സ്റ്റേഷൻ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നല്ലൊരു റെസ്റ്റോറൻറ്റ്, ഇപ്പം പല ചാർജ് സ്റ്റേഷനിൽ നിലനിൽക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുവിധം നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് പാർക്കിംഗ് ഏരിയ തന്നെ കിട്ടണമെന്നില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പ്ലോട്ട് ആയാലും മതി. ഇപ്പം അവിടെ കൊണ്ടുവന്ന് വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് ആൾക്കാർ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കും. കാര്യം നമ്മളങ്ങനെ പറയാൻ കാര്യം, എന്തായാലും നമ്മളൊരു വണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂറോളം എടുക്കുക. അപ്പോൾ അത്രയും ടൈമിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ പറഞ്ഞ ഫുഡ് കഴിക്കാനൊക്കെ പോകുന്ന ടൈമിൽ ചാർജിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഹോട്ടലിൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള ചാർജ് സ്റ്റേഷൻസ് ചെയ്യണം എന്നുള്ള കാര്യം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കൊട്ടാരക്കരയ്ക്കും ട്രിവാൻഡ്രത്തിനും ഇടയ്ക്കോ അല്ലെങ്കിൽ MC റോഡിലോ NHന്റെ സൈഡിലോ ഏതെങ്കിലും ഹോട്ടലിൽ നിങ്ങൾക്ക് ഇതുപോലെ ചാർജ് സ്റ്റേഷൻ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി ഏതെങ്കിലും ഹോട്ടലിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ താഴെ നമ്മുടെ നമ്പർ ആഡ് ചെയ്തേക്കുക. ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ള നല്ലൊരു ഹോട്ടലിൻ്റെ ആ ഒരു ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ നമുക്കൊന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഹോട്ടലുകാരുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ ചാർജ് സ്റ്റേഷൻ വെക്കാനുള്ള ആ ഒരു സൗകര്യം ഒരുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുമുണ്ട് ഈ പറഞ്ഞ ചാർജ് സ്റ്റേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയാസ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള നല്ല ഹോട്ടൽ, അപ്പം നമ്മൾ പറയുന്നു ആൾക്കാർ ട്രസ്റ്റഡ് ആയിട്ട് പോയി ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഹോട്ടലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നല്ല റിവ്യൂ ഉള്ള ഹോട്ടൽസിൽ ആ ഒരു ഡീറ്റെയിൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിൽ ചാർജ് സ്റ്റേഷൻ വെക്കാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മളെ വിളിക്കുന്നുണ്ട് ഇതുപോലെ NHന്റെ MC റോഡിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഇതുപോലെ മെയിൻ ജംഗ്ഷനിലോ എവിടെയെങ്കിലും നമുക്ക് ലൊക്കേഷൻസ് കിട്ടുമെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണക്ക് അങ്ങനെയുള്ള ഏരിയാസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് ഡീറ്റെയിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ചാർജ് സ്റ്റേഷൻ വെക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള എൻക്വയറി കഴിഞ്ഞിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഗോയിസിയുടെ ചടയമംഗലത്തുള്ള ചാർജ് സ്റ്റേഷനാണ്. അപ്പോൾ ആ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് നമുക്ക് പോവാം. ചടയമംഗലം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ജഡായുപ്പാറയിലേക്ക് പോകുന്ന ഒരു ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഗോയിസിയുടെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഗോയിസിയുടെ ചാർജ് സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് അവിടുത്തെ മെഷീൻ എന്താണ് അല്ലെങ്കിൽ എത്ര വണ്ടി ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഗോയിസിയുടെ ചടയമംഗലത്തുള്ള ചാർജ് സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ 60 കിലോവാട്ടിന്റെ ഡ്യുവൽ ഗൺ മെഷീനാണുള്ളത്. അപ്പോൾ നിലവിൽ അവിടെ ഒരു വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു വണ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു 3.3 കിലോവാട്ടിന്റെ ചാർജർ ഇവിടെ ഉണ്ട്. അപ്പം വണ്ടി വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ചാർജർ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സ്ലോ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ അടുത്ത് പറയേണ്ടുള്ള ഫെസിലിറ്റി, ഇവിടെ ഒരു നട്ട് പാലസ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ്സ് നട്ട്സും സ്പൈസസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേണമെങ്കിൽ അവിടെ പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇതുപോലുള്ള ഡ്യുവൽ ഗൺ ഉള്ള ചാർജ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. കാര്യം ഇപ്പം മേ ബി ഇവർ തന്നെ ഇവിടെ ചാർജ് ചെയ്യാൻ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു ഗണ്ണ് ഫ്രീ ആയിരിക്കും എന്നുള്ളൊരു ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കും. കാര്യം നമ്മൾ സിംഗിൾ ഗൺ മെഷീൻ ഉള്ള ഒരു ചാർജ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു മെഷീൻ അവൈലബിൾ ആകാനുള്ള സാധ്യത കുറവായിരിക്കും. ഒരു വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല ഇത് 60 കിലോവാട്ടിന്റെ മെഷീനാണ്. അപ്പം നമ്മൾ ശരിക്കും ഈ ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ശരിക്കും കൊട്ടാരക്കരയിൽ നിന്ന് വന്ന സമയത്ത് മേ ബി ഇവിടെ വന്നിട്ട് അവർക്ക് ചാർജ് ചെയ്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേതെല്ലാം 30 കിലോവാട്ടിൻ്റെ മെഷീൻ ആയതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ 60 കിലോവാട്ടിൻ്റെ മെഷീനാണ്, അല്ലെങ്കിൽ 2 ഗണ്ണുണ്ട്. അതൊക്കെ കാരണമായിരിക്കും അവരിത് പ്രിഫർ ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് രാവിലെ 8:15 ടൈമിലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നോർമലി അങ്ങനെ ആദ്യം ചാർജ് ചെയ്യുന്നൊരു ടൈം അല്ല. കാര്യം രാവിലെയൊക്കെ എല്ലാവരും വണ്ടി വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. അപ്പം വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ടൈമിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെയാണ് കൂടുതൽ ചാർജിങ് നടക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ പല ചാർജ് സ്റ്റേഷനിലും ഒഴിഞ്ഞ് കിടക്കുന്നത് കണ്ടുകൊണ്ട് ചാർജ് സ്റ്റേഷനിൽ ആളില്ല എന്ന് നിങ്ങൾ കരുതരുത്. എന്ന് കരുതി എല്ലാ ചാർജ് സ്റ്റേഷനിലും ഒരുപാട് ആൾക്കാരുണ്ടെന്നും കരുതരുത്. നല്ല രീതിയിൽ ചാർജിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ചാർജിങ് കുറവായിട്ടുള്ള ഏരിയാസും ഉണ്ട്.
അപ്പോൾ അതായിരുന്നു നമ്മുടെ ഗോയിസിയുടെ ചടയമംഗലത്തുള്ള ചാർജ് സ്റ്റേഷൻ. 60 കിലോവാട്ടിന്റെ ഡ്യുവൽ ഗൺ മെഷീനാണ് അവിടെ ഉള്ളത്. ഗോയിസിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് അവിടെ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് ടാറ്റ മോട്ടോഴ്സിന്, മുത്തൂറ്റിന്റെ ടാറ്റ മോട്ടോഴ്സിന്റെ ഷോറൂം കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഷോറൂമിൽ നമുക്ക് ടാറ്റ പവറിന്റെ ഒരു സിംഗിൾ ഗൺ മെഷീൻ, 30 കിലോവാട്ടിന്റെ സിംഗിൾ ഗൺ മെഷീൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് ടാറ്റ പവറിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ 15 രൂപയെങ്ങാണ്ടാണ് 1 കിലോവാട്ടിന് അവർ ചാർജ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ചടയമംഗലത്ത് തന്നെയുള്ള ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിലവിൽ നമുക്ക് 3 CCS2 ഗണ്ണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ അടുത്ത ഹോട്ടലോ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വയ്യ. കാര്യം നമ്മളവിടെ നോക്കിയിട്ട് വേറെ നല്ല ഹോട്ടലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഹോട്ടലോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ അങ്ങനെ നല്ല ഫെസിലിറ്റി ഇതിൻ്റെ അടുത്തുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ചാർജ് സ്റ്റേഷൻ വരുന്നത് ഈ പറഞ്ഞ നമ്മുടെ കിളിമാനൂര് വഴിയോരക്കടയുടെ സൈഡിലായിട്ട് EVOKയുടെ ചാർജ് സ്റ്റേഷനാണ്. അതും 30 കിലോവാട്ടിന്റെ സിംഗിൾ ഗൺ മെഷീനാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കാണുന്ന കമൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതൊരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമുക്ക് ചാർജ് സ്റ്റേഷൻ നിലവിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ചാർജ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു തവണ ഇതിൻ്റെ ഓണേഴ്സുമായിട്ട് പോയി സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ അവരൊരു പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്ലൈ നമുക്ക് തന്നിട്ടില്ല. കാര്യം ഇവന്തോ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പ്രോപ്പർട്ടി ലീസിന് തരികയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാർജ് സ്റ്റേഷൻ വെക്കാനുള്ള സൗകര്യം മാത്രം ചെയ്തു തന്നാൽ മതി. ഒരു സ്പേസ് മാത്രം തന്നാൽ മതി. കാര്യം ഈ പറഞ്ഞ അതുവഴി അവർക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇവരെ സംബന്ധിച്ചോളം ഒരു അഡീഷണൽ ബെനിഫിറ്റിൻ്റെ ആവശ്യമില്ല. അതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്, അതുപോലെ തന്നെ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ആൾ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി അവർ ആ ഒരു ഏരിയയിൽ അങ്ങനെ വെക്കാൻ പ്രിഫർ ചെയ്യാഞ്ഞതും. അപ്പോൾ ഇവിടുത്തെ കോൺടാക്ട്സ് എന്തെങ്കിലും ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കണക്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. കാര്യം നമ്മൾ പലപ്പോഴും അവിടെ കയറി ഫുഡ് കഴിച്ചിട്ടുള്ളതുമാണ്. അപ്പോഴെല്ലാം നമ്മൾ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് സൗകര്യമായിരുന്നു, ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പം നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് നമ്മുടെ കിളിമാനൂർ വഴിയോരക്കടയിലുള്ള EVOKയുടെ ചാർജ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ കിളിമാനൂർ എത്തുന്നതിന് മുന്നിട്ടായിട്ടാണ് നമ്മുടെ വഴിയോരക്കട വരുന്നത്. അപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് പോകുമ്പോൾ ഈ കാണുന്ന പോലെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വഴിയോരക്കട വരുന്നത്. അപ്പോൾ ഇതാണ് വഴിയോരക്കട. ഒരു നല്ല ഫുഡ് തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വഴിയോരക്കട കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ EVOKയുടെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ EVOKയുടെ കിളിമാനൂരുള്ള വഴിയോരക്കടയിലുള്ള ചാർജ് സ്റ്റേഷൻ. അപ്പം നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ 30 കിലോവാട്ടിൻ്റെ ഒരു സിംഗിൾ ഗൺ മെഷീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് തൊട്ടപ്പുറത്ത് വഴിയോരക്കടയിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. ചാർജ് മോഡിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ അതുപോലെ തന്നെ EVOKയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഒരു വണ്ടി മാത്രമേ ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നല്ലൊരു സ്പോട്ട് തന്നെയാണ്. നമുക്കൊരു ഡ്യുവൽ ഗൺ മെഷീനുള്ളൊരു ചാർജറായിരുന്നു ഇവിടെയെങ്കിൽ ഈ പറയുന്ന കണക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തന്നെ. മേ ബി ട്രാൻസ്ഫോമറൊക്കെ ഫിക്സ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് കോസ്റ്റ് കൂടുമെന്നുള്ളതുകൊണ്ടായിരിക്കും അവരത് ഒഴിവാക്കിയത്. എന്തായാലും ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ MC റോഡ് വഴി പോകുമ്പോഴത്തേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് EVOKയുടെ വഴിയോരക്കടയിലുള്ള ചാർജ് സ്റ്റേഷൻ. കാര്യം വഴിയോരക്കടയിലെ ഫുഡ് നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്. നമ്മൾ ഒരുപാട് വട്ടം അവിടെ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ EVOKയുടെ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ ചാർജും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ കൺസിഡർ ചെയ്യാവുന്ന ചാർജ് സ്റ്റേഷനാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ സിംഗിൾ ഗൺ മെഷീനാണ്. അതുകൊണ്ട് തന്നെ ഒരു വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ടേക്കുവാണെങ്കിൽ ആ വണ്ടി ചാർജ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ വണ്ടി അവിടെ ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജ് സ്റ്റേഷൻ ട്രസ്റ്റ് ചെയ്ത് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്ക് മറുപടി പറയാൻ പറ്റും. കാര്യം നമ്മൾ വരുന്ന സമയത്ത് വേറൊരു വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വണ്ടി മാറിയതിന് ശേഷം ചിലപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും ആ വണ്ടി ചാർജ് ചെയ്യാൻ. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു വണ്ടി വെയിറ്റിംഗ് ഉണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു റിസ്ക് ഫാക്ടർ ഈ ഒരു ചാർജ് സ്റ്റേഷനുണ്ട്. പക്ഷേ എന്തായാലും വേറെ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. നല്ല ഹോട്ടലാണത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കിളിമാനൂർ കഴിഞ്ഞ് ഏകദേശം കാരേറ്റ് അവിടെ നമുക്ക് 2 ചാർജ് സ്റ്റേഷൻ വരുന്നുണ്ട്. ആ 2 ചാർജറും ഗോയിസിയുടെ ചാർജ് സ്റ്റേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് കാരേറ്റുള്ള ഗോയിസിയുടെ ചാർജ് സ്റ്റേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ കിളിമാനൂർ കഴിഞ്ഞ് കാരേറ്റ് എത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് ചട്നി മാമി എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് വഴിയോരക്കടയുടെ തന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലാണ് ആ ഒരു ചട്നി മാമി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ നിലവിൽ ചാർജർ ഇല്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ പുതുതായിട്ട് ചാർജ് സ്റ്റേഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൺഫേം അല്ല. ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ കിളിമാനൂരുള്ള EVOKയുടെ ചാർജ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ കാരേറ്റുള്ള ഗോയിസിയുടെ ചാർജ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗോയിസിയുടെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് ഗോയിസിയുടെ ചാർജ് സ്റ്റേഷൻ വരുന്നത്.
അപ്പോൾ ഇവിടെ ഗോയിസയുടെ ചാർജ് സ്റ്റേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബോൾട്ടത്തിന്റെ ചാർജ് സ്റ്റേഷനും ഉണ്ട്. ഗോയിസയുടെ 30 കിലോവാട്ടിന്റെ സിംഗിൾ ഗൺ മെഷീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കാരറ്റ് ജംഗ്ഷന്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഗോയിസിയുടെ ആദ്യത്തെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അത് കഴിഞ്ഞാൽ ഗോയിസിയുടെ അടുത്ത ചാർജ് സ്റ്റേഷൻ വരുന്നത് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഹോട്ടലുണ്ട്, അവിടെയാണ് അടുത്ത ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ചാർജ് സ്റ്റേഷനും അടുത്തടുത്തായിട്ടാണ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടത് 30 കിലോവാട്ടിന്റെ സിംഗിൾ ഗൺ മെഷീൻ ആണെങ്കിൽ അടുത്തതായിട്ട് വരുന്നത് 60 കിലോവാട്ടിന്റെ ഡ്യുവൽ ഗൺ മെഷീൻ ഉള്ള ഒരു ചാർജ് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ദാണ്ട് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന കാർത്തിക റെസിഡൻസിയിലാണ്, ഹോട്ടൽ കാർത്തിക റെസിഡൻസിയിലാണ് ഗോയിസിയുടെ ആ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചാർജ് സ്റ്റേഷന്റെ ലൊക്കേഷനും കാര്യങ്ങളും എവിടെയാണെന്ന് നോക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കാർത്തിക റെസിഡൻസി. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കണക്ക് കയറി വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ട് ഈ കാണുന്നതാണ് ഗോയിസിയുടെ 60 കിലോവാട്ടിന്റെ ഡ്യുവൽ ഗൺ മെഷീൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാരറ്റ് 2 ചാർജ് സ്റ്റേഷൻ ഉണ്ട്. ഇത് 60 കിലോവാട്ടിന്റെ ഡ്യുവൽ ഗൺ മെഷീൻ, അതുള്ളത് നമ്മുടെ കാർത്തിക റെസിഡൻസിയിലാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. ഡ്യുവൽ ഗൺ മെഷീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കാർത്തിക റെസിഡൻസിയിലുള്ള ഗോയിസിയുടെ ഈ ഒരു ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് നിലവിൽ നമുക്കുള്ള ട്രിവാൻഡ്രം എത്തുന്നതിന് മുന്നേ, അതായത് നമ്മുടെ വെമ്പായ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ചാർജ് സ്റ്റേഷൻ. അപ്പം വെമ്പായത്തുള്ള ചാർജ് സ്റ്റേഷൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ചാർജ് മോഡിന്റെ ചാർജ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെയും ഡ്യുവൽ ഗൺ ആണുള്ളത്, 60 കിലോവാട്ടിന്റെ ഒരു മെഷീനാണുള്ളത്. പക്ഷേ പണ്ട് നമ്മൾ ഒരു വർഷം മുന്നേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ചാർജറും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് ഏകദേശം 8 ചാർജറാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 8 ചാർജറുകൾ ഒരു വർഷം കൊണ്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രം ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ 8 ചാർജ് സ്റ്റേഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. ഇത് കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിലവിൽ നമുക്ക് ചാർജ് സ്റ്റേഷൻ ഒന്നും അവൈലബിൾ അല്ല. അത് കഴിഞ്ഞ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് തിരിയുമ്പോഴത്തേക്ക് വെമ്പായത്താണ് ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. കേരള EV അങ്ങനെ എന്തോ ആണ് ആ ഒരു ചാർജ് സ്റ്റേഷൻ്റെ പേര് വരുന്നത്. നമ്മുടെ ചാർജ് മോഡിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ പറ്റുമെങ്കിൽ ആ ഒരു ഏരിയയും കൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൊട്ടാരക്കരയിൽ MC റോഡ് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ചാർജ് സ്റ്റേഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലെ ചാർജ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയയിൽ പോകുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഓരോ ചാർജ് സ്റ്റേഷനിലെ അടുത്തായിട്ട് നല്ല ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് ഉണ്ടോ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.